Hi students, Appleby Academy മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കേരള സെറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. സോ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് കേരള സെറ്റ് എക്സാം. ഞാൻ വളരെ ഈസി എന്ന് പറയുന്നത് അത് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തതോ അല്ലെങ്കിൽ വളരെ ലാഘവത്തിൽ കിട്ടുന്ന ഒന്നോ എന്നുള്ള രീതിയിലല്ല. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അക്കൗണ്ടിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഏരിയാസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറേ കാര്യങ്ങൾ എടുത്തു വെച്ച് എന്തൊക്കെയോ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്താൽ നമുക്ക് റിസൾട്ടിലേക്ക് അത് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് എന്തൊക്കെ ഞാൻ പഠിക്കണം, ഈ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, സോ ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കി ടോപ്പിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് ഒരു പ്രോപ്പർ പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരള സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് അങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾബി അക്കാഡമിയുടെ സെറ്റ് കോച്ചിങ് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ടോപ്പിക് വൈസ് ഉള്ള പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് നമുക്കവിടെ അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള നോട്ട്സുകൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം ടെസ്റ്റ് പേപ്പേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ടെസ്റ്റ് പേപ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ കൂടുതലാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നതുകൊണ്ട് നമ്മുടെ പഠനം ഒരിക്കലും പൂർണ്ണമാവുന്നില്ല. പഠിക്കുന്നതോടൊപ്പം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ നമ്മുടെ പഠനം കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ പഠനവും അതോടൊപ്പം ക്വസ്റ്റ്യൻ പ്രാക്ടീസും കൃത്യമായിട്ട് നടന്നിട്ടുണ്ടാവണം. സോ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആപ്പിൾബി അക്കാഡമിയിൽ ജോയിൻ ചെയ്താൽ സാധിക്കും എന്നുള്ളതാണ്. ഇതോടൊപ്പം നമ്മൾ ലൈവ് സെഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ സ്വന്തമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയി പഠിക്കുന്നു, നിങ്ങൾക്ക് ധാരാളം ടൈമുണ്ട് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് പഠിക്കാൻ. സോ അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗൈഡൻസ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആപ്പിൾബി അക്കാഡമിയുടെ ഫ്രീ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ ത്രൂ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലൈവ് സെഷൻസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ധാരാളം ടൈമുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് ഇമ്പോർട്ടൻസ് എന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിലാണ് ആ ഒരു ലൈവ് സെഷൻസ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത്. എന്താണ് പഠിക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ജോയിൻ. കൃത്യമായിട്ടൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലതെന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് പ്രിപ്പറേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ എനിവേ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ജോയിൻ ചെയ്യുക. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ ജൂൺ 2024 എക്സാമിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. സോ പർച്ചേസ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ എന്തിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്? സോഴ്സ് ഓഫ് ഫണ്ടാണോ, ആപ്ലിക്കേഷൻ ആണോ, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ, എക്സ്പെൻസ് ആണോ എന്നുള്ളതാണ്. സോ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള. സോ ഞാൻ എക്സാക്ട്ലി ഈ ഒരു പോയിന്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി അതിന് രണ്ട് പാർട്ടുകളുണ്ടെന്നറിയാം. സോഴ്സ് ഓഫ് ഫണ്ടും ഉണ്ട്, ആപ്ലിക്കേഷനും ഉണ്ട്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഫണ്ട് ലഭിക്കുന്നെന്നും, ആപ്ലിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ഫണ്ട് എവിടെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുമാണ്. ആൻഡ് അതിനെന്തേ ഈ ഒരൊറ്റ ടേബിൾ പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, നിങ്ങൾ ഷെയർ ക്യാപിറ്റൽ ത്രൂ ഫണ്ട് റേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യുകയാണ്, ലോങ് ടേം ലോൺസ് എടുക്കുകയാണ്, ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഫണ്ട് ഇങ്ങോട്ട് വരികയാണ് അല്ലേ. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് സെല്ല് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വീണ്ടും ഫണ്ട് ഇങ്ങോട്ട് കിട്ടുകയാണ്. ദെൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, മറ്റ് ഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട്, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ്, ഇതെല്ലാം എന്താണ്? സോഴ്സസ് ആണ്. സോ സോഴ്സസ് കൃത്യമായിട്ട് പഠിച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ആപ്ലിക്കേഷനിൽ വരുന്നത്. ഓക്കെ, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം അതൊരു സോഴ്സ് ആണെങ്കിൽ ആ ഷെയർ റെഡീം ആകുമ്പോൾ നിങ്ങൾ തിരിച്ച് ആ എമൗണ്ട് കൊടുക്കണം, അപ്പോൾ അതൊരു ആപ്ലിക്കേഷനാണ്. ദെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, നിങ്ങളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് നമ്മൾ മുടക്കുകയാണ്. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ടാക്സ്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഴ്സ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഴ്സ് കൂടി പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വളരെ കൃത്യമായി പഠിക്കുന്നതിലേക്ക് ശ്രദ്ധ കൊടുത്താൽ മതി. ഓക്കെ,
എങ്കിലും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം പോയിന്റ്സുകളുണ്ട്. ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ വിൽ നോട്ട് ബി കൺസിഡേർഡ് അണ്ടർ ദ ഹെഡിങ് ഓഫ് സോഴ്സ്. സോ ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത് സോഴ്സാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ ബോണസ് ഷെയർ എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ നമുക്ക് പ്രത്യേകിച്ച് അത് നമ്മൾ ബോണസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലേ, അപ്പോൾ അവിടെ നമുക്കൊരു ഫണ്ട് ഉണ്ടാകുന്നില്ല. സോ ദാറ്റ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ എന്ന് പറയുന്ന ഒരിക്കലും ഒരു സോഴ്സ് അല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ദെൻ കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ടു ഷെയർസ്. നമ്മൾ ചില ഡിബഞ്ചേഴ്സുകൾ കൺവേർട്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കൊടുക്കും. അതായത് ഒരു പെർട്ടിക്കുലർ കാലയളവിന് ശേഷം നമുക്കത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിബഞ്ചർ ഷെയർ ആയിട്ട് കൺവേർട്ട് ആകുന്ന സിറ്റുവേഷനിലും അവിടെ ഒരു ഫണ്ട് ഫ്ലോ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു സോഴ്സായിട്ടോ ആപ്ലിക്കേഷനായിട്ടോ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല. ദെൻ ലോൺ റൈസ്ഡ്. ഇപ്പോൾ ലോൺ മാത്രം ലോൺ റൈസ്ഡ് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മളതിനെ എന്തായിട്ട് കണക്കാക്കും? ഒരു സോഴ്സായിട്ട് കണക്കാക്കും. ആൻഡ് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുമ്പം അതൊരു ആപ്ലിക്കേഷനായിട്ട് കണക്കാക്കും. പക്ഷേ ഇവിടെ നോക്കി, ലോൺ ഉപയോഗിച്ച് നിങ്ങളൊരു അസറ്റിനെ പർച്ചേസ് ചെയ്തെങ്കിൽ അതിനെ നമുക്കൊരിക്കലും ഒരു സോഴ്സായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. വെറുതെ ലോൺ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു സോഴ്സാണ്. പക്ഷേ ലോൺ ഉപയോഗിച്ചൊരു ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഒരു സോഴ്സായിട്ടോ ആപ്ലിക്കേഷനായിട്ടോ ഒന്നും കാണിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം രണ്ടും ലോങ് ടേം എഫക്റ്റ് ഉള്ള കാര്യങ്ങളാണ്. രണ്ട് ലോങ് ടേം എഫക്റ്റ് ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഫണ്ട് ഫ്ലോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒന്ന് ഷോർട്ട് ടേമും ഒന്ന് ലോങ് ടേമും ആണെങ്കിലാണ് അവിടെ ഫണ്ടിന് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. മൂവ്മെൻറ്റ് ഉണ്ടായാലേ അവിടെ ആപ്ലിക്കേഷനും സോഴ്സും ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ നമ്മൾ ആക്ച്വലി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നൊരു ടേം ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്നൊരു പ്രോബ്ലം ക്വസ്റ്റൻ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ത്രൂ അവർക്ക് ലഭിക്കുന്ന ഫണ്ടാണ്, സോഴ്സ് ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ ആഡ് ചെയ്യും, അതിനകത്ത് നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യുകയും വേണം. സോ ബേസിക്കലി നമ്മൾ അതിൻ്റെ ഒരു ഫോമാറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇൻകത്തിനോടുകൂടി ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യും, അമോർട്ടൈസേഷൻ ആഡ് ചെയ്യും, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആഡ് ചെയ്യും. അതായത് ഫിക്സ്ഡ് അസറ്റ് വിറ്റു, ഇപ്പോൾ ഞാൻ 5 ലക്ഷത്തിന് വാങ്ങിച്ച അസറ്റ് ഞാനൊരു 4,50,000 വിറ്റു, അപ്പോൾ എനിക്ക് അവിടെ ഒരു 50,000 നഷ്ടം വന്നു. സോ ആ 50,000 വേണം നമ്മളിവിടെ ആഡ് ചെയ്യാൻ. ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുന്നതുകൊണ്ട് അപ്രീസിയേഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുകയാണ്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഉറപ്പായിട്ടും ഗെയിൻ ഓൺ സെയിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബേസിക് ഫോമാറ്റ് ഞാൻ പറഞ്ഞത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫോമാറ്റ് ഇതാണ്. ഓക്കെ, നമുക്ക് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് ബാലൻസിൽ നിന്ന് നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് കുറയ്ക്കുക, അപ്പോൾ നമുക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റ് കിട്ടും. ദെൻ എന്തൊക്കെയാണ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷൻ ആൻഡ് ഡിപ്ലീഷൻ, അമോർട്ടൈസേഷൻ ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ട്രാൻസ്ഫർ ടു റിസർവ്, ഇൻറ്റീരിയം ഡിവിഡൻഡ് പെയ്ഡ്, പ്രൊപ്പോസ് ഡിവിഡൻഡ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആൻഡ് എനി അതർ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ. ഇനി നമ്മളിതിൽ ഡിഡക്റ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ഡിവിഡൻഡ് റിസീവ്ഡ്, അപ്രീസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കുകയും വേണം. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഓക്കെ, സോ അപ്പോൾ അതൊരു ബേസിക് കാൽക്കുലേഷനായിട്ട് അതുകൂടി അറിഞ്ഞു വെച്ചേക്കുക. വേണമെങ്കിൽ നമ്മളോട് ചോദിക്കുമ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതാ അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുന്ന ഐറ്റം ഏതാ, വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണെന്നുള്ളതാണ്. സോ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു തൊട്ടടുത്ത സ്റ്റെപ്പ് കൂടി പഠിച്ചു വയ്ക്കണം. അടുത്തൊരു ലെവൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യാൻ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കണം എന്നുള്ളതാണ്. സോ നൗ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ, പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് അസറ്റാണ്. അപ്പോൾ ഒരു ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന എന്താണ്? അത് സോഴ്സ് ആണോ, ആപ്ലിക്കേഷൻ ആണോ, അതൊരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ, എക്സ്പെൻസ് ആണോ? പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു ആപ്ലിക്കേഷൻ ആണ്. സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി. സോ ടോപ്പിക് വൈസ് അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്ന രീതി മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.